ഞാനും ആദ്യം വിചാരിച്ചു ഇതെങ്ങനെയാണ് കിട്ടുന്ന ഈ റാങ്കിൽ ലിസ്റ്റിൽ വന്നവരും ജോലി കയറിയവരൊക്കെ ഇത് ഇവരെങ്ങനെ കിട്ടി. ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ സാധ്യമല്ലാത്ത ഒരു മൊമെന്റ് ആണ് എന്ന് പറയുന്നത്. LGSന് 1 റാങ്കും LDക്ക് 48 റാങ്കും എനിക്ക് കിട്ടി. എന്നാൽ അതിനെക്കാട്ടും വളരെ മനോഹരമായ ഒരെണ്ണം 2 അപ്പോയിന്റ്മെന്റും എനിക്ക് ഒരേ ദിവസം തന്നെ കിട്ടിയെന്നുള്ളതാണ്. അടുത്ത നിങ്ങളാണ്, നിങ്ങൾ നേടിയിരിക്കും. ഇവരും സാധാ മീഡിയം ലെവലിൽ പഠിച്ചവരാണ്. നമസ്കാരം. LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ എൻട്രിയിലൂടെ പഠിച്ച് LGSൽ ആദ്യ റാങ്കുകൾ നേടുകയും കേരളം മൊത്തം അറിയപ്പെടുകയും ചെയ്തിട്ടുള്ള കുറച്ച് പേർ നമ്മളോടൊപ്പം ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രതിമൂത്ര സാർ നമ്മളോടൊപ്പം ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ എൻട്രിയുടെ വിന്നേഴ്സിന്റെ ഹോർഡിങ്സ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ വാർത്ത അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പ്രതിമൂത്ര സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. സജിത, അതുപോലെ തന്നെ ആകാശ്, ജോബിൻ, ഇവരൊക്കെ ആദ്യ റാങ്കുകാരാണ്. പിന്നെ സജിതയെ അറിയാത്ത കേരളത്തിൽ ഇന്ന് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം അത്രയ്ക്ക് വലിയൊരു വൈറൽ ലേഡിയാണ് സജിത. അപ്പം എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ കുറേ അഭിമാന നേട്ടങ്ങളാണ് നമ്മുടെ ഈ 3 വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. ഒരു സമയത്ത് പരീക്ഷയ്ക്ക് വിളിച്ചു, അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, പഠിച്ചു. ഇപ്പം നല്ല അഭിമാനത്തോടുകൂടി വീട്ടുകാർക്കും നാട്ടുകാർക്കും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു ജോലിയിൽ അവർ നിൽക്കുകയാണ്. ഒരു സമയത്തെ കഷ്ടപ്പാടാണ് ഇപ്പം അറിയിക്കുന്നത്. അതുപോലെ അടുത്ത നിങ്ങളാണ്, നിങ്ങൾ നേടിയിരിക്കും. ഇവരും സാധാ മീഡിയം ലെവലിൽ പഠിച്ചവരാണ്. ഒരു മത്സരിച്ച് പഠിച്ചൊന്നുമില്ല, കറക്റ്റ് ടോപ്പിക് അനുസരിച്ച് സിലബസ് അനുസരിച്ച് പഠിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറങ്ങിത്തിരിക്കുക. വാശിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്കത് കിട്ടണം എന്ന ഒരു വാശി ഉണ്ടായാൽ മതി. നേടണം എന്ന വാശി ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിലെ 1 റാങ്കുകാരനായ ആകാശും ആലപ്പുഴയിലെ 3 റാങ്കുകാരനായ ജോബിനും. പിന്നെ നിങ്ങൾക്ക് സജിത വെളിച്ചിക്കാല. ഒത്തിരി സന്തോഷമുണ്ട് സജിത വെളിച്ചിക്കാലയുടെ ജീവിതത്തിൽ. ഇത്രയും വളരെ ചുരുക്കം, 100-ൽ വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ ദൈവം ഒരു ഭാഗ്യം കൊടുക്കത്തുള്ളൂ. അപ്പൊ ആ ഒരാളാണ് 100-ൽ 10-നകത്ത് വരുന്ന ഒരാളാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഓരോ പ്രായത്തിലെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അഭിമാനത്തോടെ നാട്ടിലും വീട്ടിലും ഒക്കെ കിട്ടുന്ന സജിത വെളിച്ചിക്കോല. നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സ് 1 കോടിയിലൊക്കെ പങ്കെടുക്കുകയും അല്ലാതെ യൂട്യൂബിൽ വൈറലാവുകയൊക്കെ ചെയ്തു. ഇവരുടെ അഭിമാന നിമിഷങ്ങൾ ഇവരും തന്നെ പറയട്ടെ. അതല്ലേ നമുക്ക് കേൾക്കേണ്ടുള്ളത്. സജിത, എന്താ ഉണ്ട് വിശേഷങ്ങള്? ജീവിതമൊക്കെ എന്ത് മാറ്റം ഉണ്ട്? സജിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം സജിതയുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ സജിത ഒരു ജോലിക്ക് അപ്പുറം സജിത എന്ന് പറയുന്നത് പലർക്കും പ്രചോദനമായിട്ടുള്ള ഒരു സ്ത്രീ വ്യക്തിത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് എൻട്രിയിലെത്തി. നമ്മുടെ എൻട്രിയുടെ കോഴ്സ് തീർത്തും സൗജന്യമായിട്ട് നമ്മൾ നൽകി. അതിനുള്ള തിരിച്ചുള്ള ആത്മാർത്ഥതയും സജിത കാണിച്ചു. ആത്മാർത്ഥമായിട്ട് പഠിച്ചു. സജിത ഇന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഒരു കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, പ്രചോദനമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് മാറി. അപ്പോൾ എല്ലാവർക്കും സജിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGSലേക്ക് വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ ശ്രമിച്ചാൽ ഇത് കിട്ടും. ഞാനും ആദ്യം വിചാരിച്ചു ഇതെങ്ങനെയാണ് കിട്ടുന്ന ഈ റാങ്കിൽ ലിസ്റ്റിൽ വന്നവരും ജോലി കയറിയവരൊക്കെ ഇത് ഇവരെങ്ങനെ കിട്ടി, ഇത് സംഭവം എന്താണ്, ഇത് ഞാനും അന്ന് ചിന്തിച്ചതാണ്. ഇപ്പം ഞാൻ പറയുന്നു, ഇത് ഒരു ചിട്ടയായ പഠനത്തോടുകൂടി നമ്മൾ പഠിച്ചു പോയാൽ നമുക്കിത് കിട്ടുന്ന കാര്യമാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ കുറേ റാങ്ക് കിട്ടിയ കുട്ടികളുടെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ എൻട്രി ഞാൻ കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്നതിൽ ഭൂരിപക്ഷം പേരും പറയുന്നു എൻട്രിയിൽ പഠിച്ചു. അപ്പോൾ എങ്ങനെ എൻട്രിയിൽ എത്തപ്പെടും? അതും എനിക്ക് ഒരു ദൈവഭാഗ്യം പോലെ നമ്മുടെ സാറ്, പ്രദീപ് സാറ്, പിന്നെ അതുപോലെ ഒരു ഭഗീരഥി ടീച്ചർ, ഇവരൊക്കെ കൂടി എനിക്ക് എൻട്രി എടുത്തു തന്നു. അങ്ങനെ ഞാൻ എൻട്രിയിലെത്തി. അത് കുറച്ച് പഠനം എളുപ്പമാക്കി. കാരണം ഞാൻ വലിയ മിടുക്കുള്ള ഒരാളൊന്നും അല്ലായിരുന്നു, മിടുക്കിയൊന്നും അല്ല. പക്ഷെ എൻ്റെ പഠനത്തെ കുറച്ചൊന്ന് എളുപ്പമാക്കി തന്നു. പിന്നെ കുറേ ഉറക്കമില്ല എന്ന് വെച്ചാൽ പ്രായം ഇത്രയായില്ലേ, ഈ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഇനിയൊരു ചാൻസ് ഇല്ല, ലാസ്റ്റ് ചാൻസ് എന്ന രീതിയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഉറക്കവും കുട്ടികളെയും എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചു. കുളിയൊന്നും ഇല്ല എന്ന രീതിയിലായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും അങ്ങനെ ഭ്രാന്തെടുത്തിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചിട്ടയായ രീതിയിൽ പോവുകയാണെങ്കിൽ അത്രയൊന്നും എന്താണ് നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ ഉറക്കമൊന്നും ഒഴിഞ്ഞു പഠിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഉറക്കമില്ല എന്നതുകൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഉറങ്ങിയില്ല, ഇരുന്ന് പഠിച്ചു. പക്ഷേ അതിനെ ഒരു ചിട്ടയായ ക്രമത്തിൽ ഇത്ര സമയം ഉറക്കം, ബാക്കി സമയം ഇങ്ങനെ പഠിച്ചു. നമുക്ക് ഏതാണോ പോരായ്മയുള്ള വിഷയം, ഇപ്പം മാത്സ് ചിലർക്ക് പാടായിരിക്കും, ഇപ്പം ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവർക്ക് മാത്സ് പാടായിരിക്കും. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നല്ല ക്ലാസ്സുകളുണ്ട്. എൻട്രിയിൽ തന്നെ ഓരോ അധ്യാപകരുടെയും ക്ലാസ് ഉണ്ട്. അതൊക്കെ കണ്ട് പഠിച്ച് വരികയാണെങ്കിൽ എൻട്രി ഒരു നല്ലൊരു ഗൈഡാണ്, നമുക്കൊരു നല്ലൊരു വഴികാട്ടി തന്നെയാണ്. പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻ ഇതെല്ലാം ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യ റാങ്കിൽ തന്നെ എത്താൻ പറ്റും.
എത്താൻ പറ്റും. പിന്നെ പരീക്ഷാ സമയത്ത് എൻ്റെ കയ്യിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാണ്ട് എൻ്റെ റാങ്ക് കുറച്ച് താഴോട്ട് പോയത്. കാരണം അറിയാവുന്ന 2-3 ക്വസ്റ്റ്യൻ എന്തിനാണ് കയ്യിൽ നിന്ന് പോയി. അത് ഹാളിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ജോലിയിലേക്ക് കയറാൻ പറ്റും. എന്തായാലും വഞ്ചിയൂർ കോടതിയിലല്ലേ, വഞ്ചിയൂർ കോടതിയിൽ ഇപ്പം സജിത ജോലി ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. ഇത് നമ്മുടെ ഇടുക്കിയിലെ 1ാം റാങ്കുകാരൻ ആകാശാണ്. LGS 1ാം റാങ്ക് ഇടുക്കി ജില്ലയിൽ വാങ്ങിച്ച ആകാശാണ്. എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. പ്രദീപ് സാറിൻ്റെ അരുമ ശിഷ്യനാണ്. ആകാശേ, ഇപ്പം എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖമാണ്, നല്ല അനുഭവങ്ങളാണ് ഇപ്പോൾ. എൻട്രി ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പുതുതായിട്ട് LGS കടന്നു വരുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? ചിട്ടയായ രീതിയിലുള്ള പഠന രീതിയാണ് എൻട്രി ആയാലും പ്രതിഭണ്ണായാലും നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ പഠനത്തിലായാലും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രതിഭണ്ണനുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ VO നഷ്ടമായി. ആ VO നഷ്ടം അത് കഴിഞ്ഞുള്ള വലിയ നോട്ടിഫിക്കേഷൻ വന്നത് LGS LD ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ നന്നായിട്ടിരുന്ന് പഠിച്ചു. അങ്ങനെ LGS 1ാം റാങ്കും LDക്ക് 48ാം റാങ്കും എനിക്ക് കിട്ടി. എന്നാൽ അതിനെക്കാട്ടും വളരെ മനോഹരമായ ഒരെണ്ണം 2 അപ്പോയിൻമെൻറ്റും എനിക്ക് ഒരേ ദിവസം തന്നെ കിട്ടിയെന്നുള്ളതാണ്. അത് വളരെ അഭിമാനകരമായ നിമിഷങ്ങളായിരുന്നു. LGS ആയിട്ട് പഞ്ചായത്തിലും LD ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചതും പ്രതിഭണ്ണൻ്റെ എൻട്രിയുടെയൊക്കെ വളരെയുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഇനി നമ്മളോടൊപ്പം ഉള്ള ജോബിനാണ്. ജോബിൻ 3ാം റാങ്കുകാരനാണ് ആലപ്പുഴ ജില്ലയിലെ. ജോബിനെ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സർക്കാർ ഉദ്യോഗസ്ഥ ജീവിതമൊക്കെ? പിന്നെ നമ്മുടെ എൻട്രിയിലെ അനുഭവങ്ങളും പ്രദീപ് സാറിനോടൊപ്പം ഉള്ള കാര്യങ്ങളും പിന്നെ വരാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ള ആദ്യ റാങ്കുകൾ നേടാനാണല്ലോ എല്ലാവരും കൊതിക്കുന്നത്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ചൊരു നേട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രദീപണ്ണൻ്റെ പകുതി ശരിക്കും പറഞ്ഞാൽ പ്രദീപണ്ണനെ കൊടുക്കേണ്ടതാണ്. കാര്യം ഞാൻ പ്രദീപണ്ണൻ്റെ 2019 തൊട്ട് പ്രദീപണ്ണൻ്റെ സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് തൊട്ട് ഞാൻ ആദ്യ ക്ലാസ്സിൽ വരുന്ന സമയം തൊട്ട് തന്നെ അണ്ണൻ പറയുന്നൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറയുന്നതാണ്, നേടിയിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടേബിളിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ് നേടിയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഞാൻ ഈ ഒരു നേട്ടം കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ ആ സമയത്ത് ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഡോക്ടർക്ക് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഈ ബോക്സില്ലേ, ഡെലിവറി ബോക്സ് കൊടുക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എനിക്ക് 3ാമത്തെ റാങ്ക് ആണെന്നുള്ളത്. അപ്പം തന്നെ ഞാൻ വിളിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രദീപണ്ണനെ ആ സമയത്ത് തന്നെ വിളിക്കുകയും പറയുകയും ചെയ്തു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ സാധ്യമല്ലാത്ത ഒരു മൊമെൻ്റാണ് എന്ന് പറയും. സംസാരിക്കുമ്പോൾ ഇങ്ങനെ വിക്കൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ എന്നും ഒരു കാലത്തും എനിക്ക് മറക്കാൻ സാധ്യമല്ലാത്തൊരു മൊമെൻ്റാണെന്ന് പറയുന്നത്. ആ ഒരു നേട്ടം എന്നിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രദീപണ്ണനും അതുപോലെ തന്നെ പ്രദീപണ്ണൻ വഴി ഞാൻ എൻട്രിയിലേക്ക് എത്തിയതാണ്. അപ്പോൾ ആ ഒരു എൻട്രിയും അതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും വളരെ മനോഹരം ഇൻ ദ സെൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ അച്ചടക്കത്തോടുകൂടി എല്ലാം തീർക്കേണ്ട ടോപ്പിക്കുകളെല്ലാം കൃത്യമായി തീർത്തുകൊണ്ട് എല്ലാ അധ്യാപകനും വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്നുകൊണ്ട് ഒരു ക്ലാസ്സാണ് എൻട്രി നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യ റാങ്കുകളിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ പുതുതായിട്ട് പഠിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ പല സാഹചര്യത്തിലുള്ള ആളുകളായിരിക്കും, പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, പല ബുദ്ധിമുട്ടുകൾ കാണും, പല സമയമായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ സമയം കുറവായിരിക്കും. പക്ഷേ ഉള്ള സമയം വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നേട്ടത്തിൽ ഇതിപ്പോൾ വളരെ ചെറിയൊരു പോസ്റ്റാണ്. LGS എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുന്നത് ചെറിയൊരു പോസ്റ്റ് എന്ന നിലയിലായിരിക്കും. പക്ഷേ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, സ്ഥിരമായി വരുമാനമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് നേടാനായിട്ട് നിങ്ങൾക്ക് എൻട്രി സഹായിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഉള്ള സമയം കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രദീപ് സാറേ, ഇപ്പോൾ നമ്മുടെ LGS കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ജേതാക്കളുടെ കഥ കേട്ടു. നമ്മുടെ LGS നോട്ടിഫിക്കേഷൻ വന്നു, ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് എൻട്രിയിൽ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ആദ്യ റാങ്ക് ഉൾപ്പെടെ നിരവധി റാങ്കുകൾ കിട്ടി. 100 കണക്കിന് അല്ലേ ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ആദ്യ റാങ്ക് നേടി ഇപ്പോൾ സർക്കാർ സർവീസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന LGS വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എന്താണ് എൻട്രി പുതുതായിട്ട് ഈ LGS നേരിടാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? പ്രദീപ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ പ്രദീപ് സാറും സുജേഷ് സാറും നമ്മുടെ ബിപിൻ സാറും അല്ലെങ്കിൽ ശ്രീനിധി സാറും വിശാഖ് സാറും ഒക്കെ ഉള്ള ഒരു വലിയ ടീമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആ ടീം എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്?
ഓക്കെ, നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇനി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന കടമ. അതിന് ഞങ്ങളുടെ എല്ലാ സാറുമാരും പൂർണ്ണ പിന്തുണയും. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാശിയോടുകൂടി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും അത്രമാത്രം OMR പരീക്ഷകൾ ചെയ്യാനും പിന്നെ ഓരോ സാറുമാരുടെ മോട്ടിവേഷനും അതിനനുസരിച്ചുള്ള ടോപ്പിക് അനുസരിച്ച് കറക്റ്റ് സിലബസ് ക്രമീകരിച്ച് കൊണ്ടുവരികയും ആ സിലബസ് തീർന്നതിന് ശേഷം വീണ്ടും റിവിഷൻ ക്ലാസ് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടും റിവിഷനായിട്ടും പിന്നെ യൂട്യൂബ് ക്ലാസ്സുകളായിട്ടും വരും. അത്രമാത്രം എല്ലാ സാറുമാരും തയ്യാറെടുക്കുകയാണ്. ഏറ്റവും നല്ല കണ്ടന്റ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെ അവരെ ജോലിയിൽ കയറ്റാം, അതിനനുസരിച്ച് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും ഉണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. ഞങ്ങളാൽ കഴിയുന്നത് ചെയ്തു തരും. ബാക്കിയെല്ലാം നിങ്ങളെ കയ്യിലിരിക്കുകയാണ്. വാശിയോടുകൂടി പഠിക്കുക, നല്ല ആത്മവിശ്വാസത്തോടെ ഈ ജോലി നേടും. ഇതിൽ കുറച്ച് പേര് വേണം എന്നെ കൊണ്ട് നടക്കത്തില്ല, LDC നടക്കത്തില്ല, ഞാൻ LGSA നേടുമെന്നാണ്. അപ്പോൾ അവരോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയിട്ടേ പോവാവും. അതുകൊണ്ട് കാരണം വാശിയോടുകൂടി 2 പരീക്ഷയും മുമ്പിലേക്ക് വരികയാണ്. ആ പരീക്ഷകൾ ആരാണോ ഏറ്റവും നല്ലോണം പഠിക്കുന്നത്, ആത്മവിശ്വാസത്തോടെ എഴുതുന്നത്, അവർ കയറും. നല്ല രീതിയിൽ പഠിക്കുക, കുറേ മോക്ക് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവുകൾ കുറച്ച് കൊണ്ടുവരിക. മോക്ക് ടെസ്റ്റും OMRകൾ ചെയ്ത് ഞങ്ങൾ കൂടെ കാണും. ഏറ്റവും നല്ല ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ പരീക്ഷയുടെ അവസാനം വരെയും പരീക്ഷയുടെ തലേ ദിവസം വരെയും നിങ്ങൾക്ക് കൂടെ ഞങ്ങളെല്ലാ സാർമാരും എൻട്രി ഒറ്റക്കെട്ടായിട്ട് തീർച്ചയായിട്ടും കാണും. നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സാർ. അപ്പോൾ നമ്മുടെ ആദ്യ റാങ്കുകാരും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലാണ്. ഇവിടെ നമ്മുടെ എൻട്രിയിലൂടെ പഠിച്ച് സർക്കാർ സർവീസിൽ എത്തിയ ആളുകളുടെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ഇന്നിവിടെ. അപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം ഹോർഡിങ്സുകൾ വെക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ എൻട്രിയിലൂടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ വലിയ ബോർഡുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് യാദൃശ്ചികമായിട്ട് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം ഈ നാട് മുഴുവൻ അറിയിക്കുന്ന കാര്യത്തിൽ, നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അറിയിക്കുന്ന കാര്യത്തിൽ കൂടി എൻട്രി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അവസരമാണ് തീർച്ചയായിട്ടും LGS എന്നുള്ളത്. അപ്പം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും 1000 ആശംസകൾ. എൻട്രി ഒപ്പം ഉണ്ടാകും. നിങ്ങളുടെ വിജയം നാടറിയും, നമ്മളറിയും. എല്ലാവർക്കും 1000 ആശംസകൾ.